നമസ്കാരം. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഇന്ത്യ മുന്നണി INDIA മുന്നണി നാശത്തിന്റെ പാതയിലാണോ സഞ്ചരിക്കുന്നത്? പ്രത്യേകിച്ചും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആപ്പിന്റെ നേതാവ് അരവിന്ദ് കെജ്രിവാളും തമ്മിൽ നടത്തിയ ചില വാക്ക് പോരാട്ടങ്ങൾ, നേരിട്ടല്ല വ്യത്യസ്തമായി നടത്തിയ ചില വാക്ക് ധോരണികൾ, അത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ എങ്ങനെ ബാധിക്കുന്നു? അത് മാത്രമല്ല, സമീപകാലത്ത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും അതുപോലെ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയും, തൃണമൂൽ നേതാവ് മമതാ ബാനർജിയും, കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും എല്ലാം പല ഘട്ടങ്ങളിലായി നടത്തിയ ചില പ്രസ്താവനകളുടെ ആകെ ചിത്രം ഇന്ത്യ മുന്നണി എങ്ങോട്ട്, അതിനുപരിയായി മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും അധികം സ്വാധീനം ഉണ്ടാക്കേണ്ട ഒരു സ്ഥലം, മുന്നണി എന്ന നിലയിൽ മൂന്ന് കക്ഷികൾ, ഉദ്ധവ് താക്കറെയുടെ ശിവസേന, ശരത് പവാറിന്റെ NCP, കോൺഗ്രസ് പാർട്ടി, ഈ മൂന്നും ചേരുന്ന മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാദിയിൽ ഉണ്ടായ കല്ലുകടികൾ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വളരെ ദയനീയമായ പരാജയത്തിന് ശേഷം ഉണ്ടായ കല്ലുകടികളും ശരത് പവാറിന്റെ ഒരു പരിധിവരെ RSS അനുകൂല, RSSനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും എല്ലാം ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി എങ്ങോട്ടാണ് എന്നതിൻ്റെ ഒരു അന്വേഷണമാണ് ഈ വീഡിയോയിൽ. നമുക്കറിയാം, ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുൻപ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രൂപീകരിക്കപ്പെട്ട ഒരു താൽക്കാലിക സംവിധാനമാണ്. ഒരുപക്ഷെ സ്ഥിരം സംവിധാനമായി മാറേണ്ടതും, എന്നാൽ ആ ആവശ്യം BJP പരാജയപ്പെടുത്തുക, സംഘപരിവാർ ശക്തികളെ പരാജയപ്പെടുത്തുക, മോദിയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കുക, NDAക്ക് ഒരു ഊഴവും കൂടി അധികാരം ലഭിക്കുന്നത് തടയുക എന്നീ ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ BJP അനുകൂലമായി മാറുന്നു, അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലൂടെയും CBIയിലൂടെയും ഇനി കോടതി സംവിധാനത്തിലൂടെ തന്നെ ഇലക്ഷൻ കമ്മീഷനിലൂടെ എല്ലാ ഘടനകളെയും നിയന്ത്രിക്കുന്ന ഭരണകൂടം, അതിൻ്റെ തേർവാഴ്ച അവസാനിപ്പിക്കാനായി രണ്ടും കൽപ്പിച്ച് പ്രാദേശിക കക്ഷികളും കോൺഗ്രസും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു സംവിധാനം എന്ന നിലയിൽ ഒരുപാട് കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു. നല്ല ഒന്നാന്തരം പോരാട്ടം കൈവരിച്ചു. ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും 232 സീറ്റുകളുമായി ഇന്ത്യ മുന്നണി ശക്തി തെളിയിച്ചു എന്നത് വ്യക്തമാണ്. പക്ഷെ രൂപീകരണ വേളയിൽ തന്നെ സംസ്ഥാന തലത്തിൽ വൈജാത്യങ്ങൾ ഉണ്ടായിരുന്നു. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഒരുമിച്ചല്ല അവർ ഫൈറ്റ് ചെയ്ത്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്തു. ഇടതുപക്ഷവും കോൺഗ്രസും ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെങ്കിലും വേറിട്ട് മത്സരിക്കേണ്ടി വന്നു. എന്നാൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് ധാരണയിൽ 7 സീറ്റിൽ 3 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റ് ആപ്പിനും ചേർന്ന് മത്സരിച്ചു. പക്ഷെ സംപൂജ്യരാകാനായിരുന്നു ആ ഒരു കൊയലീഷന്റെ വിധി. അത് മുതൽ തന്നെ എങ്ങോട്ടാണ് ഈ സഖ്യത്തിന്റെ പോക്ക് എന്ന് ചെറിയ സൂചനയുണ്ടായിരുന്നു. അതിനുശേഷം ഡൽഹിക്ക് ശേഷം ഡൽഹിയിലെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം. പക്ഷെ ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാമാന്യം നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ്. ആപ്പിനോട് സന്ധി ചേരാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും 5 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. ആപ്പിനോട് സന്ധി ചെയ്തു, ഒരു സീറ്റ് ആപ്പിന് കൊടുത്തു. പക്ഷെ ആ സീറ്റിൽ ആപ്പ് പരാജയപ്പെട്ടു. 5 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു, 5 സീറ്റിൽ BJP ജയിച്ചു, 10 സീറ്റാണ്. അപ്പൊ അവിടെ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സഖ്യം മുന്നോട്ട് പോയില്ല. അത് മാത്രമല്ല, പിന്നീട് നടന്ന ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് പൊട്ടലും ചീറ്റലും മാത്രമാണ്. മഹാരാഷ്ട്രയിൽ പോലും തുടക്കത്തിൽ കല്ലുകടി ഉണ്ടായെങ്കിലും പിന്നീട് ഏതാണ്ട് ഒരു ധാരണ, സീറ്റ് ഷെയറിംഗ് ധാരണയായിട്ട് പോലും BJPയുടെയും അതുപോലെ മറ്റേ ഒറിജിനൽ ശിവസേന എന്ന് പറയുന്ന ചിഹ്നം ഉൾപ്പെടെയുള്ള ഷിൻഡെയുടെ ശിവസേനയുടെയും അജിത് പവാർ NCPയുടെയും കൊയലീഷനായ മഹായുദ്ധ സഖ്യം വെന്നിക്കൊടി പാറിച്ചു. 5-4 ഭൂരിപക്ഷത്തിൽ മഹാരാഷ്ട്രയിൽ അവർ ഭരണം പിടിച്ചു. അപ്പൊ ഹരിയാനയിലെ ഒരു ഫൈറ്റിംഗ് ചാൻസ് നഷ്ടപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണിയിലെ വലിയ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. അപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ ആളുകൾ വേറിട്ട് ചിന്തിച്ചു തുടങ്ങി. ഇനി കോൺഗ്രസ് നേതൃത്വത്തിൽ മുന്നോട്ട് പോയാൽ എങ്ങനെയാണ്? അങ്ങനെയാണ് ഇതിനുള്ളിൽ ഒരു കുറുമുന്നണി രൂപപ്പെടുന്നത് എന്നല്ല, രൂപപ്പെട്ടതായി പലരും കരുതുന്നത്. ആ കുറുമുന്നണിയുടെ നേതൃസ്ഥാനത്തേക്ക് മമതാ ബാനർജിയെ പ്രതിഷ്ഠിച്ചു വെച്ചു. ഒരുപക്ഷെ മമത സ്വയം അങ്ങ് പ്രതിഷ്ഠിക്കുകയാണ്. എന്നിട്ട് അഖിലേഷ് യാദവിന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെയും ഒമർ അബ്ദുള്ളയുടെയും എല്ലാം, ഇനി ഉദ്ധവ് താക്കറെയുടെ പോലും സർട്ടിഫിക്കറ്റോടുകൂടി മമതാ ബാനർജിയെ നേതാവായി ഉയർത്തിക്കാട്ടി. അതിന്റെ ലോജിക്ക് എന്താണ്? BJPയെ
നേരിടാൻ കഴിയുന്ന നേതാക്കൾ വേണം. BJP-യെ കോൺഗ്രസ് പാർട്ടി എവിടെയെല്ലാം നേരിട്ട് എതിർത്തിട്ടുണ്ടോ സംസ്ഥാന തലത്തിൽ അവിടെ എല്ലാം പരാജയപ്പെട്ടു. നോക്കൂ, മധ്യപ്രദേശിൽ കോൺഗ്രസ് വേഴ്സസ് BJP ഡയറക്റ്റ് ഫൈറ്റ് ആണ്. അതേപോലെയാണ് രാജസ്ഥാനിൽ, അത് തന്നെയാണ് ഛത്തീസ്ഗഡിലെ അവസ്ഥ, അതുപോലെ തന്നെയായിരുന്നു ഹരിയാനയിലെയും അവസ്ഥ. എവിടെയെല്ലാം കോൺഗ്രസ് പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും സംസ്ഥാന തലത്തിൽ മാറ്റുരച്ചുവോ അവിടെ ഒരിടത്തു പോലും കോൺഗ്രസ് പാർട്ടിക്ക് BJP-യെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതേസമയം അഖിലേഷ് യാദവിന് പ്രാധാന്യമുള്ള ഉത്തർപ്രദേശിൽ BJP-യുടെ തേർവാഴ്ച അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും മമതാ ബാനർജി ഉഗ്രപ്രതാപിയായി വരുന്ന പശ്ചിമ ബംഗാളിൽ BJP-ക്ക് കാര്യമായ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു ബാധ്യതയായി മാറുന്നു. സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി മാത്രമാണ് കോൺഗ്രസിന് 100 സീറ്റ് ലഭിച്ചത്. 100 സീറ്റ് ലഭിച്ചു എന്ന് തുച്ഛീകരിച്ച് കാണാനാവില്ല. കോൺഗ്രസ് പാർട്ടി ഒരു പരിധിവരെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലൂടെ ഒക്കെ സടകുടഞ്ഞെഴുന്നേറ്റു. പക്ഷെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ മാത്രം തട്ടകങ്ങളിൽ ഒന്നും തന്നെ BJP-യെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് റെലവൻ്റായി ഉള്ളത് പ്രാദേശിക കക്ഷികളാണ് എന്ന ഒരു ചിന്ത. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ മുന്നണിക്ക് പോകാനാവില്ല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. കാരണം അതൊരു മുന്നണിയുടെ നേതാവ് എന്ന നിലയിലല്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് 100 സീറ്റ് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായും ഈ 10%-ലധികം സീറ്റുള്ള പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ പാർട്ടിയുടെ നേതാവ് സ്വാഭാവികമായി മുഖ്യ പ്രതിപക്ഷ നേതാവാകുന്ന ഒരു അവസ്ഥയാണ്. അതാണല്ലോ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ രീതികൾ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായില്ല. 10% സീറ്റ് കോൺഗ്രസിന് ഉണ്ടായില്ല കഴിഞ്ഞ 2 പ്രാവശ്യവും. ഇപ്രാവശ്യം അങ്ങനെയല്ല. 2024-ൽ 10%-അല്ല 20% സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഓപ്പോസിഷൻ ലീഡറായി. പക്ഷേ സ്വന്തം പാർട്ടിയുടെ നേതാവ് എന്നതിനുപരിയായി ഒരു മുന്നണിയുടെ നേതാവായി രാഹുൽ ഗാന്ധി എത്രത്തോളം സ്വീകരിക്കപ്പെട്ടു എന്നത് തർക്കവിഷയമാണ്. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിനെ കഠിനമായി വിമർശിച്ചു. രാഹുൽ ഗാന്ധി പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിയെ പോലെയാണ്, വാഗ്ദാനങ്ങൾ വാരിക്കോരിച്ചെരിയും, എന്നാൽ ഇതൊന്നും നടപ്പാക്കത്തുമില്ല. ജാതി സെൻസസിന്റെ കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ഇരട്ടത്താപ്പ് നയമാണ്. അതുമാത്രമല്ല, അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം അഗ്രഗണ്യനാണ്. അദ്ദേഹം മദ്യ നയ അഴിമതി എന്ന് എടുത്തു പറയുന്നില്ല എങ്കിൽ പോലും അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖമായിരുന്ന ആം ആദ്മി പാർട്ടിക്ക് ഇന്ന് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ മുൻപുള്ള പ്രതിച്ഛായ ഇല്ല. അരവിന്ദ് കെജ്രിവാളൊക്കെ 2022-ലെ അവസ്ഥ നോക്കൂ. 22-ലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഗോവയിൽ. അവിടെ 2 സീറ്റുകൾ ലഭിക്കുന്നു ആം ആദ്മി പാർട്ടിക്ക്. ഒന്നുമില്ല, നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ 13% വോട്ട് ഷെയറോടുകൂടി ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ ആം ആദ്മിക്ക് ലഭിക്കുന്നു. അപ്പം അവിടെ എല്ലാം സാന്നിധ്യം അറിയിച്ചുകൊണ്ട്, അത് മാത്രമല്ല പഞ്ചാബ് ഭരണം 2022-ൽ ആം ആദ്മി പാർട്ടി പിടിക്കുന്ന 117 സീറ്റിൽ 91 സീറ്റുമായി ആം ആദ്മി പാർട്ടി 3-2 ഭൂരിപക്ഷത്തിൽ പഞ്ചാബിൽ അധികാരത്തിൽ വരികയാണ്. അപ്പൊ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ആ മുന്നണിയിൽ അതിശക്തമായി നിൽക്കുന്ന പാർട്ടി ആം ആദ്മിയാണ്. ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായയിൽ തന്നെ. അതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പീക്ക് ടൈം. അതിനുശേഷം പടിയിറക്കത്തിലാണ്. ആ പടിയിറക്ക സമയത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ശക്തമായി വിമർശിച്ചിരിക്കുന്നത്. ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി അരവിന്ദ് കെജ്രിവാൾ പറയുന്നതിനകത്താണ് യഥാർത്ഥ രാഷ്ട്രീയ മർമ്മം. രാഹുൽ ഗാന്ധി ഈസ് ഫൈറ്റിംഗ് ഫോർ ഹിസ് ഓൺ പാർട്ടി, ബട്ട് ഐ എം ഫൈറ്റിംഗ് ഫോർ ദി എൻറ്റയർ കൺട്രി. ഞാൻ രാജ്യത്തിന് വേണ്ടി, ഈ ഗവൺമെന്റിനെതിരെ അതിശക്തമായ പോരാട്ടത്തിലാണ് ഞാനും എൻ്റെ പാർട്ടിയും ആം ആദ്മി പാർട്ടിയും. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾ സ്വന്തം പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാൾ തന്ത്രപരമായ മറുപടി പറയുമ്പോൾ രാഹുൽ ഗാന്ധി കുറെയൊക്കെ മുഖം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലുമാണ്. പക്ഷേ എല്ലാം ഭദ്രമല്ല. സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ആംസ്റ്റർഡാം എന്ന് പറയുന്നത് പോലെ എന്തോ എവിടെയോ പ്രശ്നമുണ്ട് എന്ന് കൃത്യമായി പറയാം. കൃത്യമായി എവിടെയാണ് വിഷയമെന്ന് പൂർണ്ണമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. എങ്കിലും ബന്ധങ്ങൾ വളരെ മോശമായിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസമായി ഇന്ത്യ മുന്നണി മാറുന്നു എന്ന ഒരു ചിന്ത സ്വതന്ത്രമായി കാര്യങ്ങൾ നോക്കിക്കാണുന്നവർക്കിടയിലുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിൽ പോയാൽ ജനം നൽകിയ മാൻഡേറ്റ്, പ്രതിപക്ഷത്തെ ശക്തമായിരിക്കണം എന്ന് ജനം നൽകിയ മാൻഡേറ്റിനോട് ഒത്തുയരാൻ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് കഴിയുന്നില്ല എന്നത് ദുഃഖകരമായ സത്യമായി അവശേഷിക്കുന്നു.